പാർട്ടിയുടെ എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ CPI. സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ വിയോജിപ്പ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇടതു നയത്തിൽ നിന്ന് CPIM വ്യതിചലിച്ചെന്നാണ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം. അനന്തര നടപടികൾ ആലോചിക്കാൻ CPI ദേശീയ, സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യാനായി ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുകയാണല്ലോ. അടുത്ത കാലത്തുണ്ടായ ഒരു അസാധാരണ പ്രതിസന്ധി എന്ന് പറയാം. കാരണം ഒരേ നയത്തിൽ ഭരണപക്ഷത്തിന്റെ രണ്ട് കക്ഷികൾ രണ്ട് ദിശയിൽ നിൽക്കുന്നു, രണ്ട് നിലപാടിൽ നിൽക്കുന്നു. ഇരുവരും അതിൽ അയയാൻ താല്പര്യം കാണിക്കുന്നില്ല. ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതു പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ ഒരു നയമുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIയും CPIMും ദേശീയ തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പലതവണ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി അത് പുതിയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടുത്താതെ അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന അതിൻ്റെ വ്യവസ്ഥയിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് CPI ഈ പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പ് ഉയർത്തിയത്. ആ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ എതിർപ്പ് അറിയിച്ചിരുന്നു. കൂടാതെ ഇക്കാര്യം മന്ത്രിസഭയിൽ ഉൾപ്പെടെ CPI അംഗങ്ങൾ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ട് പോലും ആ ഒരു പ്രതിഷേധം നിലനിൽക്കെ അവരെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ ധാരണാപത്രത്തിലേക്ക് ഒപ്പുവെക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയത് CPIയെ ഞെട്ടിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം എന്നാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ CPI ദേശീയ നേതാക്കൾ ഉൾപ്പെടെയായി സംസാരിക്കുമ്പോൾ അവർ നടത്തുന്ന പ്രതികരണം എന്നുള്ളത്. അത്തരത്തിൽ സംഭവിക്കാൻ ഇടയില്ല എന്ന തരത്തിലായിരുന്നു ആദ്യ പ്രതികരണം എങ്കിൽ പോലും അതിനുശേഷം പിന്നീട് കടുത്ത എതിർപ്പ് തന്നെ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ച് കഴിഞ്ഞു. CPIMന്റെ ദേശീയ നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായി അനൌദ്യോഗികമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട് CPIയുടെ നേതൃത്വം. തുടർന്ന് ഇന്ന് CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇത് നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു യോഗമാണ്. പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യ യോഗത്തിന്റെ അജണ്ടയായി ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഈ പുതിയ നേതാക്കൾക്ക്, പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പദവികൾ നിശ്ചയിക്കൽ, ഒപ്പം തന്നെ ഭരണഘടനാ ഭേദഗതിക്കായുള്ള കമ്മിറ്റി രൂപീകരിക്കൽ അടക്കമുള്ളവയാണ് അജണ്ടയായി ഉൾപ്പെടുത്തിയത് എങ്കിൽ ഈ ഒരു വിഷയം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പ്രധാന അജണ്ടയായി ഇക്കാര്യം തന്നെ ചർച്ച ചെയ്യും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലുള്ള സംസ്ഥാനമാണ്, പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ പോലും ഈ നേതാക്കൾ ഇക്കാര്യത്തിൽ അറിയിക്കുന്നത് ഇത് CPIയെ അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കി എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇടതുപക്ഷ നയത്തിൽ നിന്നും രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ തന്നെ വ്യതിചലിക്കുന്ന തീരുമാനമെടുക്കുന്നു. ഈ ഹൈന്ദവ അജണ്ട നടപ്പാക്കുന്ന മതേതരത്തിനെതിരായ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ പാർട്ടി പോയേക്കും എന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകുന്നത്. ഇക്കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നു എന്നും ഉറപ്പാണ്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കും. അത് രാഷ്ട്രീയ ബാധ്യത അല്ലെങ്കിൽ ഇടതുപക്ഷ തത്വങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്വം CPIയുടേത് മാത്രമല്ല എന്ന പ്രതികരണവും നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ CPIയുടെ കാതലായ നയത്തിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കാതലായ നയത്തിൽ നിന്ന് CPIM വ്യതിചലിക്കുന്നു. ആ വ്യതിചലനം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യം മറുവശത്തുണ്ടല്ലോ. ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കിന് സാധ്യത ഏറെ കുറവാണ്. അപ്പോൾ ഇന്ന് ചേരുന്ന ഈ അടിയന്തര സ്വഭാവമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏത് നീക്കത്തിനായിരിക്കും CPI തയ്യാറാകുക? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. CPIയുടെ എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നത് മാത്രമല്ല CPI കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, മറിച്ച് പാർട്ടിയെ തീർത്തും അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ മുഖത്ത് അടിച്ചതുപോലെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് CPIM നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ പോയി എന്നതാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ആശങ്ക അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇതര CPM മന്ത്രിമാരും തികഞ്ഞ മൌനത്തിലായിരുന്നു. ഒരു വാക്കുപോലും അതിന് മറുപടി പറഞ്ഞില്ല. അപ്പോൾ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ
ആശങ്ക അറിയിക്കുമ്പോൾ അതിന് സമാന്തരമായി തന്നെ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള കരുക്കൾ CPM നേതൃത്വം നൽകുന്ന വകുപ്പുകൾ നീക്കിയിരുന്നു എന്നാണ് CPI മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അഭിമാനത്തിനേറ്റ വലിയ ക്ഷതമായി അവർ കാണുന്നു. പാർട്ടിയെ MV ഗോവിന്ദൻ എന്ത് CPI എന്ന് പറഞ്ഞ് പരിഹസിക്കുക, പുച്ഛിക്കുക മാത്രമല്ല ഇപ്പോൾ പാർട്ടിയാകെ തന്നെ CPI അവഹേളിച്ചിരിക്കുന്നു എന്നതാണ് CPIക്കകത്തെ വികാരം. അതുകൊണ്ടാണ് അടിയന്തരമായി സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായിട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചത്. ഇന്നലെയാണ് CPIയുടെ 2 ദിവസത്തെ നേതൃയോഗങ്ങൾ അവസാനിച്ചത്. നേതൃയോഗം അവസാനിച്ച് നേതാക്കൾ പിരിഞ്ഞ ഘട്ടത്തിലാണ് രാത്രിയിൽ ഈ വിവരം, അതായത് ഈ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി U വാസുകി ഒപ്പിട്ടു എന്ന വിവരം പുറത്തുവരുന്നത്. അത് CPI കേന്ദ്രങ്ങൾ ഞെട്ടലോടെയാണ് സ്വീകരിച്ചത്. മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് നടന്നത് എന്നാണ് ബിനോയ് വിശ്വം ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനന്തര നടപടികൾ ആലോചിക്കും. മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യം CPIക്ക് ഉയരുന്നുണ്ട്. എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്. ഒരാഴ്ചക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണകക്ഷിയിൽ വരുന്ന ഈ ഭിന്നത അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ശ്രമത്തിലാണ് CPIയുടെ അടിയന്തര സംസ്ഥാന ദേശീയ സെക്രട്ടേറിയറ്റുകൾ ഇന്ന് ചേരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.